അർജന്റീന സ്പെയിൻ ഫൈനലിൽ സ്പെയിൻ ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള മിഡ്ഫീൽഡർമാരുമായും ഇറങ്ങുക. റോഡ്രി, പെഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഓൾമോ എന്നിവർ ചേർന്ന് ഫ്രാൻസിന്റെ മിഡ്ഫീൽഡിനെ സെമി ഫൈനലിൽ തകർത്തു. ഇവരെ നേരിടാൻ അർജന്റീന ടെക്നിക്കൽ ക്വാളിറ്റിയും ബോൾ ക്യാരിങ് എബിലിറ്റിയുമുള്ള ഒരു മിഡ്ഫീൽഡറെ കളിപ്പിക്കേണ്ടത് അനിവാര്യമല്ലേ? നിക്കോ പാസ് അത്തരത്തിലുള്ള ഒരു കളിക്കാരനാണെന്ന് സീരിയയിലെ പ്രകടനം കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. ഫൈനലിൽ നിക്കോ പാസിനെ 11-ൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമല്ലേ? അതോ ഇതുവരെയുള്ള വിന്നിംഗ് ഫോർമുലയുമായി മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഒരു ഫൈനലിൽ എനിക്ക് ഓർമ്മയില്ല ഒരിക്കലും ഇത്രയും വലിയൊരു മാറ്റം വരുത്തുന്നത്. നിക്കോ പാസ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കൂടിയാണ്. അപ്പോൾ അത് ആകെപ്പാടുള്ള സ്ട്രക്ചർ മാറ്റും. സ്പെയിനിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവരുടെ മിഡ്ഫീൽഡിൽ എങ്ങനെ തടയാൻ പറ്റുന്നതും കൂടിയാണ് നോക്കേണ്ടത്. ഇപ്പോൾ റോഡ്രിയുടെ പാസിങ് അല്ലെങ്കിൽ ഡാനി ഓൾമോ നമ്പർ 10 റോളിൽ നിന്ന് അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്, ഫാബിയൻ റൂയിസിൻ്റെ ഓട്ടവും പാസിങ്ങും രണ്ടും, ഇതെങ്ങനെ തടുക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. അതിന് പകരം പുതുതായ ഒരാളെ കൊണ്ടുവന്ന ബാലൻസ് ആദ്യം തെറ്റും. എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുന്നു. നിക്കോ പാസിനെ ചിലപ്പോൾ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിക്കൂടായില്ല. പക്ഷെ ആ സ്റ്റാർട്ടിങ് പാരഡൈസിനെ മാറ്റാൻ പോകുന്നില്ല. ആദ്യം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫിസിക്കലായിട്ടുള്ള മിഡ്ഫീൽഡർ വേണം. പിന്നെ ബാക്കി 3 പേരും സെമിയിൽ കളിക്കുകയും ചെയ്തു, നന്നായി കളിച്ചു. മെക്കാലിസ്റ്റർ പ്രത്യേകിച്ചും, എൻസോ ഗോൾ അടിച്ചു. ഡിപ്പോള് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇറങ്ങിയത്. അപ്പം അത് മാറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സെമിയിൽ സിമിയോണിയെ കളിപ്പിച്ചത് ഒരു സർപ്രൈസിങ് തീരുമാനമായിരുന്നില്ലേ? ശരി, അത് പക്ഷെ അവർ കുറച്ചും കൂടി ഒരു ഫിസിക്കൽ ഒരു ത്രെറ്റിന് വേണ്ടി, ഇംഗ്ലണ്ടിന്റെ ഫിസിക്കാലിറ്റിയെ പറ്റി നമ്മളടക്കം എല്ലാവരും സംസാരിച്ചതായിരുന്നു അതിനെപ്പറ്റി. അപ്പം അത് നമുക്കും ആ ഫിസിക്കൽ ഇത് ഉണ്ടെന്ന് കാണിക്കാനും കൂടിയായിരുന്നു.